ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അഗസ്ത്യാർകൂടം സീസൺ ട്രക്ക് 2026 എങ്ങനെ ബുക്ക് ചെയ്യാന്നുള്ളതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഫസ്റ്റ് ബാച്ചിൻ്റെ ബുക്കിംഗ് നാളെ, അതായത് ജനുവരി 9-ാം തീയതി രാവിലെ 11 മണിക്കായിരിക്കും അതിൻ്റെ ലിങ്ക് ആക്ടിവേറ്റ് ആവുക. അപ്പോൾ അന്നേരം നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടാതെ എങ്ങനെ ബുക്ക് ചെയ്യാന്നുള്ളത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇതിനായി നിങ്ങൾ 2 വെബ്സൈറ്റ് പരിചയപ്പെട്ട് വയ്ക്കുക. അതിലൊന്ന് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റായ forest.kerala.gov.in, പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് serviceonline.gov.in. സർവീസ് ഓൺലൈൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് സാധാരണ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ എല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഇതിനുള്ള ലിങ്ക് വരും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും റീഡയറക്റ്റായി വരുന്നത് സർവീസ് ഓൺലൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കാണ്. നേരത്തെ കൂട്ടി തന്നെ സർവീസ് ഓൺലൈനിൽ നമ്മൾ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ നേരത്ത് അത്രയും സമയം ലാഭിച്ച് കിട്ടും. പിന്നീട് നമുക്ക് കയറുമ്പോൾ ലോഗിൻ മാത്രം ചെയ്താൽ മതിയാവും. ഈ വെബ്സൈറ്റിൽ സെക്ഷൻ ടൈം ഔട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വട്ടം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ് മാത്രമേ ആ സെക്ഷൻ ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. 30 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലോഗൗട്ടായി പോകും. ബുക്കിങ്ങിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഇതിൽ എൻ്റർ ചെയ്യാനുണ്ട്. ആധാർ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ID പ്രൂഫിൻ്റെ നമ്പർ, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇത് മൂന്നാണ് നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞ് നമുക്ക് ടീം മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് പോലെ ഓരോരുത്തരെ ആഡ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. മാക്സിമം ആൾക്കാരുടെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ സമയം അവിടെ വേസ്റ്റ് ആകും. നമുക്കിതിൽ കോപ്പി പേസ്റ്റ് നടക്കത്തില്ല. കഴിഞ്ഞ വർഷം വരെ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇരുന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ വേസ്റ്റ് ആകുന്ന ഓരോ സമയവും നമുക്ക് ടിക്കറ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ ഒരു സെക്ഷനിൽ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത കുറയും. പലപ്പോഴും ഞാൻ ടീമായിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒറ്റയ്ക്ക് എനിക്ക് മാത്രം എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഡീറ്റെയിലും എൻ്റർ ചെയ്ത് നമ്മൾ ഡേറ്റും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഡേറ്റിന് കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു ഡേറ്റ് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പോകാതിരിക്കുക. മൾട്ടിപ്പിൾ ഡേറ്റുകൾ നോക്കി വയ്ക്കുക. അതിൽ ഏതാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് നോക്കി കയറുന്നതായിരിക്കും സൗകര്യം. അങ്ങനെ എല്ലാം കൊടുത്ത് പേയ്മെൻറ്റ് പേജ് വരെ നമ്മൾ എത്തിയാൽ 2 പേയ്മെൻറ്റ് മോഡാണ് അവർ പറയുന്നത്, കാർഡും നെറ്റ് ബാങ്കിങ്ങും. അപ്പോൾ കൂടുതലും നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് പോർട്ടലിലേക്ക് പോയി അവിടെ വെച്ചിട്ട് എറർ പറ്റി തിരിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനു മുമ്പ് പലവട്ടം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഫസ്റ്റ് ട്രയലിൽ തന്നെ നമുക്ക് കിട്ടും. അഥവാ നമ്മൾ പോയി അവിടെ വെച്ചിട്ട് എന്തെങ്കിലും റിജക്റ്റ് ആയി തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ സമയം കഴിഞ്ഞിരിക്കും. ബാക്കി ടിക്കറ്റുകളെല്ലാം കൊടുത്തു പോയി കഴിയും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. നിങ്ങളെല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കുക. കിട്ടിയില്ല എന്ന് വെച്ച് സങ്കടപ്പെടേണ്ട. 9-ാം തീയതി കിട്ടിയില്ലെങ്കിൽ 23-ാം തീയതി ഒന്നുകൂടി ശ്രമിക്കാം. 23-ാം തീയതി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓഫ് സീസണിൽ പാക്കേജായിട്ട് നടത്തുന്നുണ്ട്, അതിലും പോവാം. അപ്പോൾ നിങ്ങളുടെ ബുക്ക് ചെയ്യാനായിട്ട് ഇരുത്തിക്കുന്ന ആ ചങ്കിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ.